വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാ അമ്മേ. അവള് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഇത് കൂടുതൽ എന്ത് പ്രശ്നമാണ് മോളെ അവൾ ഉണ്ടാക്കേണ്ടത്? അപ്പൊ നിങ്ങളാണല്ലേ എന്നെ കുറിച്ചുള്ള ഏഷണികൾ മുഴുവൻ അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നത്? ഏഷണികളല്ല, സത്യങ്ങള്. അല്ല, നീ എന്തിനാ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിയത്? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട്. മേലാൽ നിങ്ങൾ അമ്മായിയെ വിളിച്ചേക്കരുത്. എല്ലാ സമയത്തും ഫോണിൽ സംസാരിക്കാൻ അമ്മായിക്ക് പറ്റിയെന്ന് വരില്ല. അമ്മ എവിടെ പോകുന്നു? എല്ലാ ദിവസവും ഈ നേരത്താണല്ലോ ഞാൻ അമ്മയെ വിളിക്കാറ്. എന്നാ ഇനി വിളിക്കണ്ട. ഇന്ന് ശരവണന്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കണം. ആര്? അമ്മയോ? പിന്നെ ഞാനാണോ? അമ്മായിയെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാ, നിങ്ങൾ ഉണ്ടാക്കി തന്നാലും മതി. ഫോണിലായിപ്പോയി, അല്ലെന്നെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ. വെച്ചിട്ട് പോവാൻ നോക്ക്, പേടിപ്പിക്കാതെ. കുറെ കാലം ഞാൻ നിങ്ങളെയൊക്കെ സഹിച്ചതാ. ഇനി അതിനെന്നെ കിട്ടില്ല. അമ്മയെ കൊണ്ടൊരു ഗ്ലാസ് പോലും കഴുകിക്കാൻ പാടില്ല. അങ്ങനെ നീ ചെയ്തെന്നെങ്ങാനും ഞാൻ അറിഞ്ഞ അതിനുള്ള ശിക്ഷ ഞാൻ തന്നിരിക്കും. നിങ്ങൾക്ക് അത്രയ്ക്ക് പ്രശ്നമുണ്ടെങ്കിലേ ഇവരെ വന്ന് വിളിച്ചോണ്ട് പൊക്കോ. അല്ലെങ്കിലും അമ്മമാര് സ്വന്തം മക്കളുടെ കൂടെയല്ലേ നിൽക്കണ്ടേ? സ്വന്തം മോൻ നോക്കട്ടെ അമ്മേ. എന്റെ കൂടെ അമ്മായി നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ പലതും ചെയ്യേണ്ടി വരും. ഞാൻ ചെയ്യിപ്പിക്കും. എങ്കിൽ നീ അനുഭവിക്കുകയും ചെയ്യും. നിനക്കുള്ളത് നേരിട്ട് വന്ന് ഞാൻ തരാം. ഓ ആയിക്കോട്ടെ. ഭീഷണി എനിക്ക് പുല്ലാത്. ഞാൻ പറയുന്ന അനുസരിച്ച് നിന്നാ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ തെറിക്കും. ഞാൻ തെറിപ്പിക്കും. അപ്പൊ അവള് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ നോക്ക. ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. എന്താ സംശയം? തുടക്കത്തിലെ ഇത് നിയന്ത്രിക്കേണ്ടതായിരുന്നു. അന്നത് ചെയ്യാതിരുന്നോണ്ടാ ഇനി കിടന്ന് കഷ്ടപ്പെടുന്നത്. പോവണ്ടെന്ന് വിചാരിച്ചിരുന്ന ഞാൻ ആ തീരുമാനം മാറ്റി. ഇപ്പൊ തന്നെ ഞാൻ വീട്ടിലേക്ക് പോവാ. ശരവണൻ വിവരം അറിയും. ഞാൻ ആരാണെന്ന് അവൻ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. എന്നാ തനിച്ചു പോണ്ട, ഞാനും വരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാ. വെറുതെ പോയി പ്രശ്നം ഉണ്ടാക്കണ്ട. എന്റെ വീടാ, എന്റെ അമ്മയാ. എന്റെ അമ്മയുടെ സ്വസ്ഥത ആരെങ്കിലും കളഞ്ഞാ അത് കണ്ടു മിണ്ടാതിരിക്കണമെന്നാണോ നീ പറയുന്നത്? എന്നല്ല. ഡോക്ടറൊക്കെയാ, പക്ഷെ ഞാനും ഒരു മകനാ. എന്റെ അമ്മയ്ക്കൊരു പ്രശ്നം വന്നാ എനിക്കത് കൊള്ളും. ഞാനതിൽ ഇടപെടും. ഇടപെട്ടോ? അത് ബുദ്ധി കൊണ്ടാവണമെന്ന് മാത്രം. അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നമുക്കങ്ങനെയല്ല. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഈ കാര്യത്തിൽ പ്രത്യേകിച്ചും. നീ എന്നെ തടയാൻ നോക്കണ്ട. ആര് തടഞ്ഞാലും ഞാൻ പോവും. ഇനി സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എങ്ങോട്ടാ യാത്ര? ഒന്ന് വീട് വരെ. എന്തു പറ്റി? ആ ശരവണൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുക അപ്പച്ചി. എത്രയെന്ന് വെച്ച് സഹിക്കും? ഇദ്ദേഹം ചോദിക്കാൻ പോവാ. അല്ല, അത് വേണോ? പിന്നെ അവന്റെ തോന്നിയാസം മുഴുവൻ ഞാൻ സഹിക്കണം? തരത്തിലുള്ളവരോടെ അടയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നാറും. എന്റെ അമ്മ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അതെന്താ ഓർക്കാത്തത്? ആ പൊന്നുമണി ഇതിനെല്ലാം കാരണം. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് അന്നേ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്നീ ഗതി വരുമായിരുന്നോ? ഇപ്പോഴേ കാണിക്കാൻ പോകുന്നത് അബദ്ധം തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഏട്ടൻ പറയാറുള്ളത് പോലെ നിങ്ങൾ ഇനി അവളുടെ ഒരു കാര്യത്തിൽ ഇടപെടരുത്. ഇടപെട്ട അത് നിങ്ങൾക്ക് തലവേദനയായിട്ട് മാറും. ഇദ്ദേഹത്തിന്റെ അമ്മയും അവളും അവനും കൂടി വേദനിപ്പിച്ചോണ്ടിരിക്കുക. സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഇദ്ദേഹം പോകുന്നേ. നിരഞ്ജൻ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? നിരഞ്ജൻ പറയുന്നത് വല്ലതും അവര് കേൾക്കുവോ? പിന്നെ വഴക്കാകും. അപ്പോഴും നാണം കെടാൻ പോകുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും. ആ കുട്ടി നമ്മുടെ ആരുമല്ല എന്ന് വിചാരിക്കുക. എല്ലാം മറന്നേക്ക്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരാൻ ഒരിക്കലും പറ്റാതെ വരും. അപ്പച്ചി പറയുന്നത് ഡിപ്ലോമസിയാ. ഒരു മകൻ എന്ന നിലയിൽ എനിക്കത് അനുസരിക്കാൻ പറ്റില്ല. ഒരു പ്രശ്നം വന്നാൽ അതിന് സൊല്യൂഷൻ കാണണം. ഞാനിതിൽ ഇടപെടും.
അതിനെ ചൊല്ലി എന്ത് സംഭവിച്ചാലും ഞാനത് സഹിച്ചോളാം. എന്നാ പിന്നെ കൂട്ടിന് വിശാലിനെയും കൂടി വിടാം. അവനുണ്ടെങ്കിൽ അതൊരു ബലമാ. ഞാൻ പോയി വിളിച്ചു പറയാം. നീ എന്താ ഭർത്താവിൻ്റെ കൂടെ പോകാതിരുന്നത്? ഇതിനെല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തിയാ. നീ എന്റെ മെക്കെട്ട് കയറിക്കോ. നീയല്ലേ നിരഞ്ജന്റെ അമ്മ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളെല്ലാം നിരഞ്ജനെ അറിയിച്ചത്? പിന്നെ പറയണ്ടേ? അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി എന്നോട് ചോദിക്കില്ലേ? ആരെയൊക്കെ എവിടെയൊക്കെ നിർത്തണമെന്ന് നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല. അതിന്റെ കുഴപ്പങ്ങളാ ഇതൊക്കെ. പ്രഗത്ഭനായ ഒരു കാർഡിയാക് സർജൻ ശരവണൻ എന്ന മൂന്നാംകിട ഗുണ്ടയുമായിട്ട് സംസാരിക്കാൻ പോയിരിക്കുന്നു. ഓരോരുത്തരുടെ നിലവാരം പോകുന്ന പോക്കേ. ഡാഡി പിന്നെ തരത്തിലുള്ളവരോടല്ലേ ഇടപെടാറുള്ളൂ. സ്വാമിയും തങ്കച്ചിയൊക്കെ ആ ഗണത്തിൽപ്പെടുന്നവരാണല്ലോ അല്ലേ? നീ അവനെങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് നിന്നോളൂ. നിന്നെപ്പോലെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഏത് ഭർത്താവും വഷളാവും. അദ്ദേഹം ഒരു സാഹചര്യത്തിലും വഷളാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ ഈ വീടടക്കം കേസില് അതെങ്ങനെ സംഭവിച്ചു? ആരുടെ കുറ്റം കൊണ്ട് സംഭവിച്ചു? അത് വെച്ച് നോക്കുമ്പോ അദ്ദേഹം പോയതില് ഒരു ശരികേട് ഞാൻ കാണുന്നില്ല. ആത്മാഭിമാനമുള്ള ഏത് മകനും ചെയ്യുന്നതേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ഇതിനെ തുടർന്ന് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങളത് സഹിക്കും. ഡാഡി അതോർത്ത് വിഷമിക്കണ്ട. ഇവിടെ ഇരിക്കാലോ അല്ലേ? ഇവിടെ ആർക്കും രഹസ്യങ്ങളൊന്നും ഇല്ലേ? അതുകൊണ്ട് എപ്പം വേണമെങ്കിലും അനുവാദം ചോദിക്കാതെ നിനക്ക് എവിടെ വേണമെങ്കിലും കയറിയിരിക്കാം. സിദ്ധോടനും ദേവിക്ക് ഇരിക്കുകയാണെങ്കിൽ ഞാനങ്ങനെ ചെയ്യാറില്ല. നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നിന്റെ നിലവാരത്തിലേക്ക് അവരൊരിക്കലും താഴത്തില്ല. ഞാൻ വഴക്കിടാൻ വേണ്ടി വന്നതല്ല, എന്റെ നിലവാരം പരിശോധിക്കാൻ വേണ്ടി വന്നതുമല്ല. ഒരു പെണ്ണിനും എന്നെ പോലൊരു ഗതികേടുണ്ടാവരുത്. നിനക്കിപ്പോ എന്ത് സംഭവിച്ചോന്നാ? സംഭവിച്ചതേ എനിക്കല്ല, നിങ്ങൾക്ക്. അതുകൊണ്ടാണല്ലോ സിദ്ധോട്ടനെ എനിക്ക് ഡിവോഴ്സ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോ നിനക്കത് സമ്മതമാണോ?